പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇഷ്ടമാണോ? എന്തിനാണ് ഇങ്ങനത്തെ ഒരു പേരിട്ടെന്ന് ചിന്തിക്കാറില്ലേ? എന്നാ എന്റെ പേര് കഥ ഞാനൊന്ന് പറയാം. എന്റെ മനോഹരമായ പേരാണ് ഐശ്വര്യ. ലോകത്ത് ഏത് കോണിലുണ്ടാവും ഒരു 1000 ഐശ്വര്യകൾ. സ്കൂളിൽ പോയി ഒരു 100 ഐശ്വര്യം ഉണ്ടാവും, കോളേജിൽ പോയി ഒരു 100 ഐശ്വര്യം ഉണ്ടാവും. എന്തിന് ഇപ്പോൾ ഓഫീസിൽ ഒരു 100 ഐശ്വര്യമാരുണ്ട്. ഈ പേരിട്ട മഹത് വ്യക്തി ആരാന്നറിയോ? എന്റെ സ്വന്തം അമ്മൂമ്മ. ഞാൻ അമ്മോട് എന്തിന് എനിക്ക് ഈ പേരിട്ടു എന്നുള്ള റീസൺ ചോദിക്കാറുണ്ട്. അപ്പൊ അമ്മ പറയുന്ന റീസൺ എന്താണെന്നറിയോ? നല്ല അർത്ഥമാണ് ഐശ്വര്യം എന്നുള്ള പേരിടുന്നത്. ഭയങ്കര ഐശ്വര്യമുള്ളവൾ എന്നാണ് അർത്ഥം. ഇപ്പത്തെ പിള്ളേരുടെ പേരൊക്കെ കേൾക്കണം, എന്ത് സ്റ്റൈലിഷ് പേരാണ്. നമ്മളും ഉണ്ട്. ശരി, ഐശ്വര്യ എന്നുള്ള പേര് പോട്ടേന്ന് വിചാരിക്കാം. പക്ഷെ അതിന്റെ കൂടെയുള്ള ഒരു പേര് കൂടി ഉണ്ടല്ലോ. അതെന്താണെന്നറിയോ? ഐശ്വര്യ രാജ്. കണ്ണാപ്പിന്ന് വിളിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കുടുംബത്തിലുള്ള ഒട്ടുമിക്ക കുട്ടികളുടെ പേരും ഈ രാജുണ്ട്. ഐശ്വര്യരാജ്, ആദിത്യരാജ്, അദ്വൈത് രാജ്, ദിയരാജ്, ദയരാജ്, ഇങ്ങനെ കിടക്കില്ലേ രാജ്. ഈ രാജ് എവിടെ വന്നു അന്വേഷിച്ചു പോകുമ്പോഴാണ് അച്ചാച്ചന്റെ പേര് രാജൻ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ രാജ് വന്നത്. ഈ കാരണവന്മാര് നമ്മളോട് ഇത്രയും ചതി ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരും പേര് കൂട്ടിച്ചേർക്കാനുള്ളതാണോ നമ്മുടെ പേര്? അല്ല, ഇനിയിപ്പത് ആരോട് പറയാനാ? ഐശ്വര്യമായിട്ടെങ്കിലും തന്നെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ എന്നെ പോലത്തെ സ്വന്തം പേര് ഇഷ്ടപ്പെടാത്ത എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യൂ.